ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. താമരശ്ശേരിയിൽ മരിച്ച 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് ഉൾപ്പെടെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി പോലീസ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കിടെ മുഹമ്മദ് ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിലായിരുന്നു ഇവർ പരീക്ഷ എഴുതിയത്. ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ നഞ്ചക്ക് മറ്റു പ്രതികളുടെ മാതാപിതാക്കളിൽ നിന്നും പിടിച്ചെടുത്ത 4 മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും അടക്കമാണ് ഇന്ന് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഒന്നാം പ്രതിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിലും ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറയുന്നു. ഒരു കേസിലെ പ്രതി അയാൾക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും പുതിയതായിട്ടുണ്ടാക്കുന്ന കേസിലേക്ക് അത് പരിഗണിക്കരുതെന്നാണ്. എന്നിരുന്നാലും ഉണ്ടെങ്കിൽ അയാളുടെ ഈ കേസിലേക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ ഉപകരിക്കുന്നത് എടുക്കുക. പ്രതികളായ 5 വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിച്ചതിൽ പ്രതിഷേധിച്ച് KSUവും MSFും യൂത്ത് കോൺഗ്രസും ജുവനൈൽ ഹോമിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 2 തവണ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മതിൽ ചാടിയ പ്രവർത്തകർ ഉൾപ്പെടെ 80 പേരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ നടത്താനായിരുന്നു തീരുമാനമെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്താണ് ജുവനൈൽ ഹോമിൽ പരീക്ഷാ കേന്ദ്രം ഒരുക്കിയത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പരസ്യമായ പ്രതിഷേധം വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ വിവിധ ഹാഷ്ടാഗുകളോടെ ഓൺലൈൻ പ്രതിഷേധങ്ങളും തുടരുകയാണ്. പരീക്ഷ അവസാനിക്കുന്നതുവരെ ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കൊല്ലത്ത് സഹപാഠിയുടെ ക്രൂരമർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം തകർന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 1ാം വർഷ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സഹപാഠിയായ പെൺകുട്ടിയെ തള്ളി എന്നാരോപിച്ചാണ് ആയുധം ഉപയോഗിച്ച് മർദ്ദനം. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കോഴിക്കോട് താമരശ്ശേരി ചമലിൽ ലഹരിക്കടിമയായ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 23-കാരനായ അഭിനന്ദിനാണ് പരിക്കേറ്റത്. ലഹരിക്കടിമയായ സഹോദരനെ ലഹരിമുക്ത കേന്ദ്രത്തിൽ അയച്ചതിന്റെ പ്രതികാരമായിട്ടാണ് വീട്ടിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇന്ന് വൈകിട്ട് 5:15 സംഭവം. ലഹരിക്കടിമയായ സഹോദരനെ ലഹരിമുക്ത കേന്ദ്രത്തിൽ അയച്ചതിന്റെ പ്രതികാരമായിട്ടാണ് വീട്ടിൽ വെച്ച് വെട്ടിയത്. അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതിത്തറയിലെ വാളെടുത്ത് വീട്ടിലെത്തി വെട്ടുകയായിരുന്നു. അഭിനന്ദിനെ വീട്ടുകാർ ഉടൻ താമരശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. തലയിൽ 6 സ്റ്റിച്ചുകളിട്ടു. നില ഗുരുതരമല്ല. ആചാരത്തിന്റെ ഭാഗമായി ശൂലവും വാളും പതിവായി ഗുരുതിത്തറയിൽ ഉണ്ടാവാറുണ്ട്. പ്രതി ഇത് മനസ്സിലാക്കിയാണ് ക്ഷേത്രത്തിൽ നിന്നും ആരുമില്ലാത്ത സമയം നോക്കി വാളെടുത്ത് കൊണ്ടുപോയത്. ഇതിൽ അമ്പല കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 കോഴിക്കോട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കായംകുളം MLA യു പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിലെ 2 സാക്ഷികൾ കൂറുമാറി. കഞ്ചാവ് ഉപയോഗം കണ്ടില്ല എന്ന തകഴി സ്വദേശികളായ 2 പേർ മൊഴി മാറ്റി. പ്രതിഭയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഇവർ മൊഴി മാറ്റിയത്. പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ കുട്ടനാട് എക്സൈസ് രജിസ്റ്റർ ചെയ്ത ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ തകഴി സ്വദേശി 38-കാരൻ അജിത്, 62-കാരൻ കുഞ്ഞുമോൻ എന്നിവരായിരുന്നു സാക്ഷികൾ. എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടിയെന്നും ഇവരുടെ കഞ്ചാവ് ഉപയോഗം കണ്ടുവെന്നുമായിരുന്നു മൊഴി. എന്നാൽ യു പ്രതിഭ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിന്റെ മുന്നിലാണ് സാക്ഷികൾ മൊഴി തിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളുടെ കഞ്ചാവ് ഉപയോഗത്തിനും കഞ്ചാവ് കണ്ടെടുത്തതിനും തെളിവുകളില്ലെന്ന അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. ഒപ്പം മെഡിക്കൽ പരിശോധന നടത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ കുറഞ്ഞ അളവിൽ കഞ്ചാവ് പിടികൂടുമ്പോൾ മെഡിക്കൽ പരിശോധനകൾ സാധാരണയായി നടത്താറില്ല എന്നാണ് എക്സൈസ് വകുപ്പിനുള്ളിൽ നിന്നു തന്നെ ഉയരുന്ന ആക്ഷേപം. യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥർക്കെതിരായി റിപ്പോർട്ട് നൽകിയതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ 3 മുതൽ 9 പ്രതികളെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്. അടുത്ത ദിവസം തിരുവനന്തപുരത്തെ ആസ്ഥാനത്തെത്താൻ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജനും റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാറിനും നിർദ്ദേശം നൽകി. ഇവർക്കെതിരെ വകുപ്പുതല നടപടിയും ഉണ്ടായേക്കാം. 24 ആലപ്പുഴ.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനി പിടിയിലായി. രാമപുരം സ്വദേശി പ്രവീണിനെയാണ് നെയ്യാറ്റിൻകര പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടിയത്. കോളേജുകളിലും സ്കൂളുകളിലും വിതരണം ചെയ്യുന്നതിനായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന രാമപുരം സ്വദേശി പ്രവീണിനെയാണ് നെയ്യാറ്റിൻകര പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. സ്പിരിറ്റ് കടത്തിയതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ പ്രവീൺ. ആഡംബര കാറുകളിൽ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിക്കുന്ന കഞ്ചാവ് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ ഗോഡൌണുകളിൽ സൂക്ഷിച്ച് വിതരണക്കാർക്ക് നൽകുന്നതാണ് പ്രതിയുടെ രീതി. ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയും ഗുണ്ടയുമായ ശാന്തിഭൂഷനെ കഴിഞ്ഞ മാസം 10 കിലോ കഞ്ചാവുമായി ആറാലുമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ശാന്തിഭൂഷനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രവീണിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. പിന്നാലെ രഹസ്യ നീക്കത്തിലൂടെയാണ് നെയ്യാറ്റിൻകര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. പാർട്ടി അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. തങ്ങളൊന്നും കുടിക്കുന്നവരല്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മയക്ക് മരുന്നിന്റെ ലഹരിയുടെ വലിയ രീതിയിലുള്ള വിപണനം ഉപഭോഗം ലോകത്താകെ നടക്കുക. കക്ഷി രാഷ്ട്രീയത്തിലതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുമായി ചേർന്ന് ഈ വിപത്തിനെതിരായിട്ടുള്ള ഈ ലഹരി ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ചിട്ട് ഈ പുതിയ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന അക്രമവാസനയെയും അതിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ജനകീയമായൊരു മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് അതിന്റെ എല്ലാ സംവിധാനങ്ങളെയും വിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ഗൗരവപൂർവ്വം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിലേക്ക് ആശാ വർക്കേഴ്സിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. സമരക്കാർക്ക് പിന്തുണയുമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ തുടരുന്ന രാപകൽ സമരത്തിന് 22ാം ദിവസമാണ് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത്. 1000-ഓളം ആശാ വർക്കേഴ്സ് സമരത്തിൽ പങ്കെടുത്തു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന് സമരക്കാർ. ഓണറേറിയം വർദ്ധിപ്പിച്ചു തരേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവരാണ് തരുന്നതെന്നല്ല അവർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് 21,000 രൂപക്കാന്ന് പറഞ്ഞ അവരല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സമരം നടത്തുന്നത്. KK രമ MLA മാർച്ചിന് ഐക്യദാർഢ്യവുമായി എത്തി. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുമായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. എല്ലാ ദിവസവും ആശാ വർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ സംസാരിച്ചത്. ആശാ വർക്കേഴ്സിന് രാജ്യത്ത് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി ആവർത്തിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. ആ ഓണറേറിയം മാത്രമല്ല, അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട് സർ. ഓണറേറിയം മാത്രമാണ്, അങ്ങനെയല്ല. ഓണറേറിയം കൂടാതെ 3000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട് സർ. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ആക്ഷേപിച്ച് CI2 നേതാവ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് സുരേഷ് ഗോപി കുട മാത്രമാണോ കൊടുത്തത് എന്നറിയില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരിനെതിരെ CI2വിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് നടത്തിയ സമരത്തിലായിരുന്നു ഈ പരാമർശം. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. കൊട കൊടുക്കുന്നതിന് പകരം ഈ ഓണറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ? ആ ഓഫറുമായിട്ട് വേണ്ടേ ആ സമരപന്തലിൽ വരാൻ? അങ്ങനെയല്ലേ BJPയും കോൺഗ്രസും ചെയ്യേണ്ടത്? സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ മോശം ഭാഷയിൽ വിമർശിക്കുന്നത് ശരിയല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സമരങ്ങളുടെ ന്യായം അന്യായം എല്ലാം ഉണ്ടാകാം, പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കണം. വിമർശിക്കുമ്പോൾ
അതിൻ്റെ ഭാഷ പ്രധാനപ്പെട്ട ഒന്നാണ്. സമരം ചെയ്യുന്നവരെ അതിൻ്റെ പേരിൽ നമ്മൾ പരിഹാസ്യമായ വാക്കുപയോഗിച്ച് വിമർശിക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ നന്മകളെ പ്രതിഫലിപ്പിക്കുന്നില്ല. കെ എൻ ഗോപിനാഥ് പരാമർശം പിൻവലിക്കണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കില്ല എന്നുമായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് CBI അന്വേഷണാവശ്യം തള്ളിയത്. പോലീസ് അന്വേഷണം സുതാര്യമല്ലെന്നോ ഏകപക്ഷീയമാണെന്നോ കരുതാനാവില്ല. അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസല്ല ഇത്. അന്വേഷണത്തിൽ ഇടപെടാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കേസുമല്ല. കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ച് ഏത് ഏജൻസിക്കും അന്വേഷിക്കാവുന്ന കേസാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിക്കില്ലെന്ന് കെ മഞ്ജുഷയും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും പ്രതികരിച്ചു. CBI അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടൂ. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത്. ഇനിയും മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ്. വളരെ നിരാശാജനകമായി പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിനിടെ കെ നവീൻ ബാബുവിന്റെ സഹോദരനെതിരെ സോഷ്യൽ മീഡിയ വഴി അപവാദ പ്രചരണം നടത്തുന്നുവെന്ന് നവീൻ ബാബുവിന്റെ മകൾ ആരോപിച്ചു. കോടതി വിധിക്ക് പിന്നാലെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നവസാനിക്കുന്ന കവിത സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് PP ദിവ്യയും രംഗത്തെത്തി. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ആലപ്പുഴയിൽ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണത്തിലിടുന്ന എലിവേറ്റഡ് ബൈപ്പാസ് ഹൈവേയുടെ 4 ഗർഡറുകൾ തകർന്നു വീണു. ബീച്ചിന് സമീപമാണ് ഗർഡറുകൾ തകർന്നു വീണത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അപകടത്തിൽ വിദഗ്ധ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. രാവിലെ അത്യുഗ്ര ശബ്ദത്തോടെയാണ് 90 ടണ്ണോളം ഭാരം വരുന്ന 4 പടുകൂറ്റൻ ഗർഡറുകൾ നിലം പതിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടം വരെ എത്തുള്ളൂ. സാധാരണ നോർമലി ഞാൻ അവിടെയാണ് നിൽക്കാറുള്ളത്. ഫ്രണ്ടിൻ്റെ വീടാണ് അത്. അപ്പോൾ ഞാൻ അവിടെ സാധാരണ നിൽക്കാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര സൗണ്ട് കേട്ടു. പിന്നെ ഓടുമായിരുന്നു. നടുക്കുന്നു ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് വീണു. പിന്നെ അങ്ങനെ കറങ്ങി എല്ലാം കൂടെ ഒറ്റടിക്കാൻ വീണു. സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മീതെയാണ് ഗർഡറുകൾ പതിച്ചതെങ്കിലും സംഭവ സമയത്ത് അതിനുള്ളിൽ തൊഴിലാളികളോ സമീപത്ത് മറ്റാളുകളോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സമീപത്തെ ഒരു വീടിന് ഭാഗികമായ തകരാറുമുണ്ടായി. എന്റെ വീട് ഉൾപ്പെടെ കിടന്ന് കുലുങ്ങി. വീട് ഉൾപ്പെടെ ഞാനും ഓർത്ത് വീട് ഉൾപ്പെടെ പോവുകയാണ്. നിർമ്മാണത്തിലെ പിഴവുകളാണ് ഗർഡറുകൾ തകരാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരും ആരോപിച്ചു. തകർന്നു കിടക്കുന്ന ഗർഡറുകൾക്കുള്ളിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആരുമില്ല എന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും സ്ഥലത്തെത്തി. വിദഗ്ധ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. ഒരുപക്ഷെ ഭാഗ്യം തുടച്ചിലായിരുന്നെങ്കിൽ ഇന്ന് പല വീടുകളിലും കൂട്ട നിലവിളികൾ ഉയർന്നേനെ. ആലപ്പുഴ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ, കാർ പാർക്ക് ചെയ്യാനെത്തുന്നവർ, പ്രഭാത സവാരിക്കെത്തുന്നവർ, അങ്ങനെ ഒരുപാട് മനുഷ്യർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമവും ചർച്ച ചെയ്ത് കേരള നിയമസഭ. ലഹരി വ്യാപനം തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി പുതുതലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ചർച്ച മാത്രം പോരെന്നും അക്രമവും ലഹരിയും തടയാൻ ആക്ഷൻ പ്ലാൻ വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. അവന്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. സാർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ മരണവും സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം കൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റിനകം കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും.
ലഹരിക്കെതിരെ ഉപദേശം മാത്രം പോരെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നാൽ കൂടെ നിൽക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. ലഹരി വ്യാപനം തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. പുതിയ തലമുറയുടെ സമ്മർദ്ദവും ഒറ്റപ്പെടലും സൂചിപ്പിച്ച് മുഖ്യമന്ത്രി. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണ്. അതാണ് ഒരു പ്രത്യേകത. അക്രമ സംഭവങ്ങളിൽ സിനിമകളുടെയും സീരിയലിന്റെയും സ്വാധീനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചത് ആവേശം എന്ന സിനിമയെക്കുറിച്ചായിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. സെൻസർ ബോർഡ് എന്താണ് പരിശോധിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രശംസിക്കുകയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടും ശ്രദ്ധേയമായി. വിവിധ മേഖലകളിലുള്ളവരെ ചേർത്ത് ഇക്കാര്യത്തിൽ വിശാലമായ ആലോചനാ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. അടിയന്തര പ്രമേയ ചർച്ചയുടെ തുടക്കത്തിൽ നാടകീയ രംഗങ്ങളായിരുന്നു നിയമസഭയിൽ. രമേശ് ചെന്നിത്തല വിഷയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി ഇടപെട്ടു. പിന്നാലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. കാണാം നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കൊമ്പുകോർക്കൽ. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡിബേറ്റ് സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട. ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. അത് കേൾക്കാത്തയാളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗത്തിന്റെ സമയപരിധിയിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്ന് കേരള ഹൈക്കോടതി. മാർച്ച് 31-നകം ഫണ്ട് വിനിയോഗിക്കണമെന്നത് അപ്രായോഗികമാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വാർഡ് 10-ൽ 18 കുടുംബങ്ങൾ, 11-ാം വാർഡ് മുണ്ടക്കൈയിൽ 37 കുടുംബങ്ങൾ, 12-ാം വാർഡിൽ 15 കുടുംബങ്ങൾ, ആകെ 70 ദുരന്തബാധിത കുടുംബങ്ങളാണ് അവസാനഘട്ട കരട് പട്ടികയിൽ ഇടം പിടിച്ചത്. ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 13 വരെയാണ്. വഴിയില്ലാത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നവരുടേതാണ് ഈ പട്ടിക. അതേസമയം പട്ടികയിൽ വ്യാപകമായ അപാകതയുണ്ടെന്ന ആരോപണം ദുരന്തബാധിതർ ഉന്നയിക്കുന്നുണ്ട്. 105 കുടുംബങ്ങൾ ഇനി ഉൾപ്പെടുത്താണ് മുണ്ടക്കൈയിൽ. റാട്ടപ്പടി 22, അങ്ങനെ 127 കുടുംബങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന ലിസ്റ്റിൽ എന്തോ അറിയില്ല, 36 കുടുംബമാണെന്നത് 50 മീറ്റർ ഉള്ളിൽ വരുന്നവർക്ക് 150 മീറ്റർ അപ്പുറത്തുള്ള വീടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ 50 മീറ്റർ ഉള്ളിലുള്ള വീടുകൾ വന്നിട്ടുമില്ല. അത് എന്തൊക്കെ ഒരു ഉദ്യോഗസ്ഥന്മാരത്തൊന്ന് വീഴ്ച വേണോ, അത് മറ്റുള്ളവർ ഇടപെട്ടതാണെന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ വന്നിട്ട് പക്ഷേ ഞങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും മുണ്ടക്കൈ ഉൾപ്പെടും. കാരണം അങ്ങോട്ട് പോകാൻ കഴിയില്ല, ആത്മഹത്യ അവരാണ്. 3-ാം ഘട്ട പട്ടികയിൽ ജോൺ മത്തായി കമ്മീഷൻ നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തുള്ള 16 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. 1-ാം ഘട്ട അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 242 കുടുംബങ്ങളാണ്. 2-ാം ഘട്ടത്തിൽ നോ ഗോ സോൺ പരിധിയിൽപ്പെടുന്ന 81 പേരുടെ കരട് പട്ടിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ അന്തിമ പട്ടിക ഇതുവരെ ആയിട്ടില്ല. 3 പട്ടികയിലുമായി 392 കുടുംബങ്ങളെയാണ് ഇതുവരെ പുനരധിവാസത്തിന് പരിഗണിച്ചിട്ടുള്ളത്. 24 വയനാട്. അമേരിക്കയുമായി ക്രിയാത്മക ചർച്ചകൾക്ക് ഇപ്പോഴും തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ധാതുവിഭവങ്ങൾ പങ്കിടുന്നതിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാൻ യുക്രൈൻ തയ്യാറാണ്. എന്നാൽ റഷ്യയ്ക്ക് യുക്രൈന്റെ ഭൂമി വിട്ടു നൽകില്ല എന്ന് സെലൻസ്കി വ്യക്തമാക്കി.
ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നില്ല. എന്തു സംഭവിച്ചാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരും. രാജ്യത്തെ ധാതുവിഭവങ്ങൾ പങ്കിടുന്നതിൽ അമേരിക്കയുമായി കരാർ ഒപ്പിടാൻ ഇപ്പോഴും തയ്യാറാണ്. അമേരിക്കയും ഈ വിഷയത്തിൽ മറുത്തുപറയില്ലെന്നാണ് വിശ്വാസം. ചിലപ്പോൾ കുറച്ചു സമയമെടുത്തേക്കാം. രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്നതിലുപരി ഈ വിഷയത്തിന്റെ ഗൗരവം വലുതാണ്. യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. യുക്രൈൻ ഒരു വലിയ രാജ്യമല്ലായിരിക്കാം. പക്ഷേ സ്വാതന്ത്ര്യത്തിനായി തന്റെ രാജ്യം എത്ര ശക്തമായി പൊരുതുന്നു എന്നത് ലോകം കാണുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിയാത്മകമായ ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ യുക്രൈൻ ജനതയെ പ്രതിനിധീകരിച്ച് ക്ഷണം സ്വീകരിക്കും. പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണമെന്നു മാത്രം. അടച്ചിട്ട മുറിക്കുള്ളിലാകണം ചർച്ച. വിയോജിപ്പുകളുണ്ടെങ്കിലും ക്ഷണിച്ചാൽ താൻ വീണ്ടും വൈറ്റ് ഹൌസിലെത്തും. പക്ഷേ യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ജർമ്മനിയിൽ കാർ ആൾക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റി. മാൻഹെം നഗരത്തിലാണ് സംഭവം ഉണ്ടായത്. കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിൽ ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് പോലീസ് പരിശോധന തുടരുകയാണ്. അപകട മേഖലകൾ ഒഴിവാക്കി യാത്ര ചെയ്യണമെന്ന് ജനങ്ങൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. കൊല്ലം സംസ്ഥാന സമ്മേളനത്തോടെ കേരളത്തിലെ CPM-ൽ സംഭവിക്കാൻ പോകുന്നത് തലമുറ മാറ്റമാണ്. മുതിർന്ന നേതാക്കൾ കളമൊഴിയുന്ന സമ്മേളനത്തിൽ പുതിയ നേതൃനിര കടന്നുവരും. ഇതോടെ എറണാകുളം സമ്മേളനത്തിൽ തുടങ്ങിവെച്ച മാറ്റം ഏതാണ്ട് പൂർണ്ണമാകും. കണ്ണൂരിൽ നിന്ന് P. ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 75 വയസ്സ് പ്രായപരിധി ആദ്യമായി നടപ്പിലാക്കിയ എറണാകുളം സംസ്ഥാന സമ്മേളനത്തോടെയാണ് CPM സംസ്ഥാന ഘടകത്തിൽ തലമുറ മാറ്റത്തിന് തുടക്കമായത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് 3 പേരും സംസ്ഥാന സമിതിയിൽ നിന്ന് 4 പേരും ഇത്തവണ പ്രായപരിധിയിൽ ഒഴിയുന്നുണ്ട്. ഇതുകൂടാതെ 3 നേതാക്കൾ മരിച്ച ഒഴിവുമുണ്ട്. ആരോഗ്യ കാരണങ്ങളും പ്രവർത്തനവും വിലയിരുത്തി 3-4 പേരെ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കൊല്ലത്തും ഗണ്യമായ തോതിൽ പുതിയ നേതാക്കളുടെ കടന്നുവരവിന് കളമൊരുങ്ങും. AK ബാലനും PK ശ്രീമതിയും ആനാവൂർ നാഗപ്പനും ഒഴിയുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കുറഞ്ഞത് 3 പേരെങ്കിലും പുതുതായി എത്തും. മന്ത്രി MB രാജേഷാണ് സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുന്ന പ്രമുഖൻ. തിരുവനന്തപുരത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രനോ M. വിജയകുമാറോ ഡോക്ടർ TN സീമയോ സെക്രട്ടറിയിലെത്താം. സാമൂഹിക ഘടകങ്ങൾ കടകംപള്ളിക്ക് അനുകൂലമാണ്. സീനിയർ നേതാവായ P. ജയരാജനെ ഇത്തവണയെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമെന്നതാണ് ആകാംക്ഷ. കണ്ണൂരിലെ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള P. ജയരാജനെ ഒഴിവാക്കുക എളുപ്പമല്ല. അദ്ദേഹത്തെ പരിഗണിക്കാത്ത പക്ഷം P. ശശിക്കാണ് സാധ്യത. 3 ടേം പൂർത്തിയാക്കി ജില്ലാ സെക്രട്ടറി പദം ഒഴിഞ്ഞ P. മോഹനൻ, KP. ഉദയഭാനു എന്നിവരും സെക്രട്ടേറിയറ്റ് അംഗത്വത്തിന് അർഹതയുള്ളവരാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനെയും സെക്രട്ടറിയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. PK ശ്രീമതിയുടെ ഒഴിവിൽ CS സുജാതയോ KK ശൈലജയോ സെക്രട്ടേറിയറ്റ് അംഗമാകും. മെയിൽ 75 വയസ്സ് തികയുന്ന EP ജയരാജന്റെയും ജൂണിൽ പ്രായപരിധി കിടക്കുന്ന TP രാമകൃഷ്ണൻ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും ഉറ്റുനോക്കപ്പെടുന്നു. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്, വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ എന്നിവർ ഉറപ്പായും സംസ്ഥാന സമിതിയിലെത്തും. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പ്രസിഡന്റ് M. വസീഫ്, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതാവ് PP ചിത്രരഞ്ജൻ, CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ എന്നിവരും സംസ്ഥാന സമിതിയിലെത്താൻ സാധ്യതയുള്ളവരാണ്. ആതിഥേയ ജില്ലയായ കൊല്ലത്ത് നിന്ന് M. നൌഷാദ് MLA, DYFI സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു എന്നിവരും പരിഗണിക്കപ്പെട്ടേക്കും. കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സൂസൻ കൊടിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പത്തനാപുരം കലഞ്ഞൂർ പാടത്ത് കൊല്ലപ്പെട്ട വൈഷ്ണവിയുടെയും വിഷ്ണുവിന്റെയും മരണകാരണം കഴുത്തിൽ ഏറ്റ ആഴത്തിലുള്ള മുറിവെന്ന് പോലീസ്. പ്രതി ബൈജുവിന്റെയും ബന്ധുക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് വിശദീകരിക്കുന്നു. ബൈജുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിശദാംശങ്ങളുമായി ബേബി ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ? ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മുഴുവൻ സാഹചര്യങ്ങളും അതിന്റെ മുഴുവൻ വിവരങ്ങളും ഇതിനോടകം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? അതായത് ഈ കൂടുതൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുമ്പോൾ പോലീസിന് മുന്നിൽ വരുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. ഈ വൈഷ്ണവിയുടെയും വിഷ്ണുവിന്റെയും മരണത്തിന് കാരണം കഴുത്തിലുണ്ടായ ആഴമേറിയ മുറിവാണ്. കഴിഞ്ഞ ദിവസം ബൈജു വടിവാൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു മുറിവ് ഏൽപ്പിച്ചത്. ഈ മുറിവ് മരണകാരണമായി വലിയ തോതിൽ ശരീരത്തിന് രക്തം ഉൾപ്പെടെ പോയി എന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഒരു വിശദീകരണം. എന്തായാലും ഈ ബൈജുവിന്റെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. കാരണം ബൈജു പറയുന്നത് തന്റെ ഭാര്യയ്ക്ക് മറ്റ് ബന്ധം ഈ വിഷ്ണുവുമായി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതികാരത്തിലാണ്, അതിന്റെ ഒരു സംശയത്തിലാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത്. എന്നാൽ ബന്ധുക്കളുടെ മറ്റു മൊഴികളിൽ ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്തായാലും വിശദമാക്കുന്നത്. എന്തായാലും ഈ പ്രതി ബൈജുവിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ്
റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തീകരിച്ച മരിച്ച വൈഷ്ണയുടെയും വിഷ്ണുവിന്റെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദമായൊരു അന്വേഷണത്തിനാണ് കൂടുതൽ പോലീസ് തയ്യാറെടുക്കുന്നത്. കാരണം ഈ മൊഴികളിൽ ഉൾപ്പെടെ പ്രശ്നമുള്ള സാഹചര്യത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും, കൂടുതൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. ഈ കൊലപാതക കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ ഈ ബൈജു വീട്ടിലെത്തിക്കുകയും ആ ഒരു ഘട്ടത്തിൽ വൈഷ്ണ ഒരു മൊബൈൽ ഫോണിൽ വാട്സപ്പ് നോക്കിയിരിക്കുന്ന സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിൽ ഈ വിഷ്ണുവിന്റെ ഒരു മെസ്സേജ് കണ്ടു. ഇതിൽ പ്രകോപിതനായി വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പിന്നാലെ ഈ വൈഷ്ണ ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. പിന്നാലെയാണ് ഈ ബൈജു ഇവിടെ എത്തി ഇത്തരത്തിൽ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് കടന്നതായാലും പോലീസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളാണ്. വിശദമായ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വിജയകുമാർ. പ്രതി ഈ ബൈജുവിന്റെയും ബന്ധുക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മറ്റെന്തെങ്കിലും കാരണം ഈ കൊലപാതകത്തിനുണ്ടോ എന്നതടക്കം സമഗ്രമായ അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫിയിൽ വീരോചിതമായി പോരാട്ടം കാഴ്ചവെച്ച ശേഷം മടങ്ങിയെത്തിയിരിക്കുകയാണ്. ടീമിന് വലിയ സ്വീകരണം ഒരുക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആരാധകരൊക്കെ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KCA കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളൊക്കെ മുൻനിരയിൽ തന്നെയുണ്ട്. ടീം അംഗങ്ങളെ സ്വീകരിക്കുകയാണ്, ഒഫീഷ്യൽസിനെ ഒക്കെ സ്വീകരിക്കുകയാണ് വിമാനത്താവളത്തിൽ. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഷഫീദ്, രഞ്ജി ട്രോഫി ഫൈനലിൽ ഒരു ചരിത്ര ഫൈനലിൽ കേരളം എത്തി, കിരീട നേട്ടത്തിനടുത്ത് വരെ എത്തി. പക്ഷേ അതിൽ ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും ജയത്തിന് തുല്യമായ ഒരു സ്വീകരണം ടീമിന് നൽകുകയാണ്. എല്ലാ അർത്ഥത്തിലും അത്തരം ഒരു സ്വീകരണം കേരള ടീം അർഹിക്കുന്നുണ്ട്. അതാണ് അവർക്ക് അവിടെ നൽകുകയും ചെയ്യുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആരാധകരുടെ ഒക്കെ വലിയ തള്ളിക്കയറ്റം വിമാനത്താവളത്തിലുണ്ടോ? വിജയകുമാർ, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് വലിയ ചരിത്രം കുറിച്ചിട്ടുള്ള രഞ്ജി ചരിത്രം കുറിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷം. ആ നിമിഷം കടന്നത് കേരളത്തിന്റെ പൊന്നോമനകൾ, കേരളത്തിന്റെ സ്വന്തം ടീം അംഗങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ താരനിരയില്ലാതെ, വീരഗാഥകളുടെ അകമ്പടിയില്ലാതെ ഒരു കൂട്ടം കളിക്കാർ കേരളത്തിനെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ഭൂപടത്തിന്റെ നെറുകയിലെത്തിച്ച നിമിഷം. ആ നിമിഷത്തിന് ശേഷം തിരികെ അവരുടെ മണ്ണിൽ എത്തുന്നതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ, ആരവങ്ങൾ, അത് നമുക്ക് തിരുവനന്തപുരം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ കേരള ടീം തിരുവനന്തപുരത്തെത്തി. ടീമിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. നാളെയാണ് അനുമോദന ചടങ്ങ് ഔദ്യോഗികമായി നടക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയാവുകയും ചെയ്യുന്നുണ്ട്. വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷഫീദ, തുടരാം. വിജയകുമാർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലെ വമ്പന്മാർക്കെതിരെ അവരുടെ തട്ടകത്തിൽ വീരോചിതമായി പോരാടിയ ശേഷം കേരളത്തിന്റെ സ്വന്തം ടീം മടങ്ങിയെത്തിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സച്ചിൻ ബേബിയും ജലജ് സക്സേന ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന കിരീടത്തിന് നമുക്ക് വമ്പന്മാർ നേടിയ കിരീടത്തെക്കാൾ മധുരമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അവർക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം ഒരുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒന്നാം ഇന്നിംഗ്സിലെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഫൈനലിൽ ഒന്നാം ഇന്നിംഗ്സിലെ ഒരു വേള കാലിടറി 37 റൺസ്, അത് ഒരു കയ്യകലത്തിൽ നമുക്ക് കിരീടം നഷ്ടമായെങ്കിലും ഈ കിരീടത്തിന് നമ്മളുടെ ചരിത്രത്തോളം, ഒരുപക്ഷെ കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തോളം വിലയുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഒന്നും അസാധ്യമല്ലെന്ന് തെളിയിച്ചുകൊണ്ടൊരു ടീം. ആ ടീം സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ പോരാടിയ ശേഷം സ്വന്തം മണ്ണിലേക്ക് തിരികെ എത്തുകയാണ്. സച്ചിൻ ബേബി എന്ന പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ, അമയ് ഖുറൈസി എന്ന കർക്കശക്കാരനായ പരിശീലകൻ, അതിന്റെ ഒരു കോംബോ നമുക്കറിയാം. കളിച്ച ഓരോ കളിയും അവർ നേടിയതത്രയും ചരിത്രമാണെന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല. ഈ വിജയങ്ങൾക്കായി മറുനാടൻ താരങ്ങളെ ഒപ്പം കൂട്ടിയെന്ന പഴിയുന്നത് അപ്പുറത്തേക്കെല്ലാം അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കേരളത്തിന്റെ സ്വന്തം ടീം അവരുടെ സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരെയും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. KCA ഒരുക്കുന്നത് വമ്പൻ സ്വീകരണമാണ്. ഇന്ന് തിരുവനന്തപുരത്തെ ഈ സ്വീകരണത്തിനപ്പുറത്തേക്ക് നാളെ KCA ആസ്ഥാനത്തുൾപ്പെടെ വലിയ സ്വീകരണമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പറയാനുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഈ ഒരു ട്രോഫി നേടിയതിൽ നമ്മളെല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു നമ്മൾ ആ ഒരു രഞ്ജി ട്രോഫി എന്നുള്ളത്. ബട്ട് നമ്മൾ ഇത് അവസാനിച്ചിട്ടില്ല. ഇതൊരു ബിഗിനിങ് മാത്രമാണ്.
നമ്മൾ തീർച്ചയായിട്ടും ഇതിലും വലിയൊരു ട്രോഫി ആയിട്ട് നമ്മൾ അടുത്ത സീസണിൽ വരും. ഇതിപ്പോ നമ്മുടെ രഞ്ജി ട്രോഫി കഴിഞ്ഞു, നാട്ടിലേക്ക് വരുമ്പോൾ വലിയ സ്വീകരണം. അപ്പോൾ എന്താണ് തോന്നുന്നത് ഈ നിമിഷം നാട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയപ്പോൾ? വളരെ വളരെ സന്തോഷം. കാരണം ഇങ്ങനത്തെ ഒരു വെൽക്കമിങ് കിട്ടുമ്പോൾ എനിക്കും നമ്മുടെ ടീമിനൊക്കെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് നമുക്ക് ആ ഒരു രഞ്ജി ട്രോഫി വിൻ ചെയ്യാത്തതിൽ. ബട്ട് ഐ ആം വെരി പ്രൗഡ്. നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനെ കുറിച്ചും നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയൊരു നന്ദി ഇങ്ങനത്തെ വലിയൊരു സ്വീകരണം നൽകിയതിൽ. മാത്രമല്ല ക്രിക്കറ്റ് ആരാധകർ കേരളം മുഴുവൻ ക്രിക്കറ്റ് കാണാത്തവർ പോലും ഈ സീസൺ രഞ്ജി ഇരുന്ന് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ കണ്ടു. അപ്പോ കേരളം മുഴുവൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുകയാണ്, അത് തിരിച്ചറിയുന്നില്ല. പിന്നെ അതെ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ആ ഫൈനൽ എത്തിയപ്പോഴാണ് നമ്മൾ രഞ്ജി ട്രോഫിയുടെ അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അറിഞ്ഞത്, എത്രയും ആൾക്കാർ ഫോളോ ചെയ്യണമെന്ന് അറിഞ്ഞത്. വളരെ സന്തോഷം. ഇനിയും നമ്മൾ കേരള ക്രിക്കറ്റിനെയും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരെയും നമ്മൾ പ്രൗഡാക്കും. ഇതിലും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. അല്ല, നമ്മൾ ചെറിയ സങ്കടമുണ്ട് നമുക്ക് ആ ഒരു റണ്ണേഴ്സപ്പ് ആയതിൽ. പക്ഷെ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ്. ഞാൻ പറയില്ലേ, എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ഫൈനൽ ടേസ്റ്റ് ചെയ്തു. അപ്പൊ ഇനി നമ്മുടെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് അവിടെ പോയി വിൻ ചെയ്ത് രഞ്ജി ട്രോഫി ആ ഒരു ഡൊമസ്റ്റിക് കപ്പ് നമുക്ക് കേരളത്തിലോട്ട് ഇതുപോലെ കൊണ്ടുവരണം തന്നെയാണ്. അയ്യോ, തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ് എന്നുള്ളതാണ് വളരെ പ്രതീക്ഷയോടെ കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ പ്രതീക്ഷകൾ പങ്കുവച്ചിപ്പോൾ ടീമിനെ നയിച്ചയാൾ നമ്മളോട് പങ്കുവച്ച അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. ഏതായാലും ഈ രഞ്ജി ട്രോഫി റണ്ണറപ്പ് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം നടത്തിയ കുതിപ്പിന് ഇന്ധനം പകർന്നവർ എന്നുമെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുക്കും, അവർ ഓർമ്മിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൂടുതൽ ആളുകൾ വന്ന് സെൽഫി ഒക്കെ എടുക്കുകയാണ്. അവരുടെ കയ്യിൽ ഇപ്പോൾ ഒതുക്കിയിരിക്കുന്ന കപ്പിന് വലിയ ചരിത്രമുണ്ട്. പക്ഷേ കേരളത്തിന്റെ കേരള ക്രിക്കറ്റിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമേകുന്ന ഒരു ചരിത്രമായി അത് മാറുകയും ചെയ്യും. ഓരോരുത്തർ പ്രത്യേകിച്ച് ഒരു സെഞ്ചുറി അടക്കം 635 റൺസുമായി ടീമിലെ റൺവേട്ടക്കാരിൽ ഒന്നാമനായ മുഹമ്മദ് അസറുദ്ദീൻ മുതൽ ബോളിംഗ് നിരയെ സമ്പന്നമാക്കിയിട്ടുള്ള താരങ്ങൾ വരെ കേരള ടീമിനെ രഞ്ജി ചരിത്രത്തിൽ ഈ രീതിയിൽ അടയാളപ്പെടുത്തിയ ഒരു സീസൺ നമുക്ക് ഇതിനു മുൻപുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിജയം, ഈ വരവ് അതൊരു രാജകീയ വരവാവും. ഈ വിജയം അതൊരു രാജകീയ വിജയമായി മാറുകയും ചെയ്യും. വലിയ വിമർശനങ്ങൾ മുൻപൊക്കെ കേട്ടിട്ടുണ്ട് ഈ കേരള ക്രിക്കറ്റ് ടീമിന്. പക്ഷേ അതൊക്കെ ഈ സീസണിൽ മാറ്റിക്കുറിച്ചു എന്നുള്ളത് നമ്മൾ ഓരോ കളിയിലും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോ ടീമംഗങ്ങളുടെ പേരുകൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വിജയകുമാർ. കാരണം ഈ ടീമിനെ നയിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള ഓരോരുത്തരുടെയും പേരുകൾ നമ്മളുടെ മനസ്സിൽ ഇടം നേടും. സച്ചിൻ ബേബി ഉൾപ്പെടെ അങ്ങനെ ഓരോരുത്തരായിട്ടുള്ള ആളുകൾ, ഈ രോഹനസ് കുന്നുമേലാണെങ്കിലും സൽമാൻ നിസാർ ആണെങ്കിലും വരുൺ നയനാരാണെങ്കിലും അക്ഷയ് ചന്ദ്രൻ ആണെങ്കിലും മുഹമ്മദ് അസറുദ്ദീൻ ആണെങ്കിലും അടക്കം എത്ര കളിക്കാർ, അവരുടെ പേരുകൾ നമ്മളുടെ കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്. ഇനി ഇവരുടെ യാത്ര അത് ഈ KC ആസ്ഥാനത്തേക്കാണ്. KC ആസ്ഥാനത്തേക്ക് വമ്പൻ സ്വീകരണം ഒരുക്കുന്നുണ്ട്. നാളെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ അവർക്കായി ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രഞ്ജി ചരിത്രത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 90 വർഷത്തെ ചരിത്രമോ നമുക്കുണ്ട്. ആ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഒരുപക്ഷെ റണ്ണറപ്പ് ആണെങ്കിൽ കൂടി നമുക്ക് വലിയ അഭിമാന നിമിഷം സമ്മാനിച്ച കേരള ടീം വിമാനത്താവളത്തിൽ നിന്നും KC ആസ്ഥാനത്തേക്ക് മടങ്ങുകയാണ്. കേരള ടീമിൽ ഞാൻ പേരെടുത്ത് പറയാത്ത നിരവധി ആളുകൾ സമ്പന്നമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഹമ്മദ് ഇമ്രാൻ, അതേപോലെ തന്നെ ഏദൻ ആപ്പിൾ ടോം, NP ബേസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുണ്ട്. അവരൊക്കെ ഈ ബസ്സിൽ KC ആസ്ഥാനത്തേക്ക് പോവുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമായി കൂടി അടയാളപ്പെടുത്താം. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നമ്മൾ സമ്മാനിച്ച താരങ്ങളുടെ ഒക്കെ എണ്ണം പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിന് സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ച ആ കാലം അവസാനിപ്പിച്ച രഞ്ജി ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ, രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ആധികാരികമായിട്ടുള്ളൊരു വിജയം ഉറപ്പിച്ചുകൊണ്ട് കേരള ടീം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നവർ ഇപ്പോൾ KC ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു. KC ആസ്ഥാനത്തും ഇന്ന് രാത്രിയും സ്വീകരണമുണ്ട്. വിജയകുമാർ. ശരി ഷഫീദ, ടീമിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിമാനത്താവളത്തിൽ വലിയ സ്വീകരണം നൽകിയിരിക്കുകയാണ്. നാളെ അനുമോദന ചടങ്ങ്, ഔദ്യോഗിക പരിപാടികൾ നടക്കും. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖ്യ അതിഥിയാകും. റണ്ണേഴ്സപ്പ് ആണെങ്കിലും ഒരു ചാമ്പ്യന് എങ്ങനെയാണോ സ്വീകരണം കൊടുക്കേണ്ടത്, എങ്ങനെയാണോ നാട് സ്വീകരിക്കേണ്ടത്, അതുപോലെ തന്നെയാണ് കേരള ക്രിക്കറ്റ് ടീമിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. രഞ്ജി ട്രോഫി കിരീട നേട്ടത്തിന് തൊട്ടടുത്ത് വെച്ചാണ് അത് നഷ്ടമായതെങ്കിലും വീരോചിതമായ തിരിച്ചുവരവ്, അതിന് തക്ക സ്വീകരണം ടീമിന് നൽകിയിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ആരാധകരും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയിലെ ബജാജ് മോട്ടോർ സൈക്കിൾ ഡീലറായ KVR ഓട്ടോമൊബൈൽസ് സിൽവർ ജൂബിലി ആഘോഷിച്ചു.
ആഘോഷത്തിന്റെ ഭാഗമായി 20 വർഷം മുതൽ 25 വർഷം വരെ സർവീസുള്ള 32ഓളം സ്റ്റാഫുകളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രത്യേക സമ്മാനവും നൽകി. ആഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ പ്രത്യേക ഓഫറുകൾ നൽകുന്നു. സർവീസിന് പുറമെ സമ്മാനങ്ങളും ഉണ്ടാകും. ചടങ്ങിൽ KVR ഗ്രൂപ്പ് ചെയർമാൻ ബാലൻ പി നായർ, ഡയറക്ടർമാരായ രജനി ബാലൻ പി നായർ, സുഭാഷ്, KVR ഗ്രൂപ്പ് CFO ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.